ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാംദാസ് അഗെയിൻ വിത്ത് യു. ഞാൻ ഇവിടെ നമ്മുടെ എറണാകുളത്ത് സ്റ്റേഡിയം അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ഹൗസ് ബോട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു യൂട്ടിലിറ്റി ബോട്ട്, ചെറിയൊരു വള്ളമുണ്ട്, മരം കൊണ്ടുണ്ടാക്കിയ വള്ളം. അതിപ്പോൾ ഫൈബർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൽ വയ്ക്കാനൊരു എൻജിൻ വേണം. ആ എൻജിൻ തപ്പി ഞാനിങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന് ഇതാ ഇവിടെ എത്തിയപ്പോൾ മഷീൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം ഇതാ അവിടെ കാണുന്നുണ്ട്. അവിടെ ഒന്ന് കയറി നോക്കാം. പലതരത്തിലുള്ള ധാരാളം മെഷീനുകൾ കാണുന്നുണ്ട്. നമുക്കത് നോക്കാം. ഹലോ, ഞാൻ രാംദാസ് ചാതരൻ എന്നാണ്. യൂട്യൂബ് ചാനൽ നടത്തുന്നു. എനിക്കൊരു ഹൗസ് ബോട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്ടിലിറ്റി ബോട്ട് കൂടി വാങ്ങിയിരിക്കുക. അപ്പോൾ യൂട്ടിലിറ്റി ബോട്ട് ഒരു 6 മീറ്റർ നീളമുള്ളൂ. ഒരു 4 പേർക്ക് കയറുന്ന ബോട്ട്, മരം കൊണ്ടുണ്ടാക്കിയ ബോട്ടാണ്. സാധാരണ നമ്മുടെ കേരളത്തിലെ ടൈപ്പ് ഓഫ് ബോട്ട്, മറ്റേ ഫൈബർ ബോട്ട് പോലെ. അപ്പോൾ അതിൽ വയ്ക്കാനൊരു എൻജിൻ വേണം. അപ്പോൾ അത് തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോഴേ കണ്ടു മഷീൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ പലരും മെഷീൻസൊക്കെ കണ്ടു. സോ താങ്കളുടെ പേര്? എൻ്റെ പേര് ടൈറ്റസ്. ടൈറ്റസ്. സോ യു ആർ ഓണർ ഓഫ് ദിസ്? അതെ. ഓ, സോ അതായത് പരിചയപ്പെട്ടോളൂ. അപ്പോൾ എനിക്ക് വന്ന സ്ഥിതിക്ക് ഇത് എല്ലാത്തരം എഞ്ചിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. തീർച്ചയായിട്ടും. ഇവിടെ ബേസിക്കലി ഏതൊക്കെ കമ്പനിയുടെ എഞ്ചിൻ ഉണ്ട്? ബേസിക് ഞങ്ങൾ വുഡ്പെക്കർ മെഷീൻസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 20 വർഷമായിട്ടുള്ള കമ്പനിയാണ്. 20 വർഷമായിട്ടുള്ള കമ്പനിയാണ് ഞങ്ങൾക്ക് വുഡ്പെക്കർ. അതെ, അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ഹോണ്ട, ബ്രിക്സൺ സ്റ്റാർട്ടൻ എന്നീ വളരെ പ്രമുഖരായ കമ്പനീസാണ്. ബ്രിക്സൺ സ്റ്റാർട്ടൻ അമേരിക്കൻ കമ്പനിയാണ്, ഹോണ്ട ജപ്പാൻ എന്നറിയാം. അവരായിട്ട് ഒരു അസോസിയേഷൻ കൂടി ഉണ്ട്. കാരണം ഞങ്ങൾ ഒത്തിരി മെഷീനറി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം എൻജിൻ യൂസ് ചെയ്തിട്ട്. അവരുടെ എൻജിൻ നമ്മൾ വാങ്ങിയിട്ട് അക്സസറീസ് ചെയ്തിട്ട് ഡിഫറെന്റ് മെഷീൻസ്, അതായത് ഹോണ്ടക്കോ ബ്രിക്സൺ സ്റ്റാർട്ടനോ ഇല്ലാത്ത മെഷീനറികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണ്? അഗ്രികൾച്ചർ പർപ്പസ് ആയാലും, മറൈൻ ആയാലും, കൺസ്ട്രക്ഷൻ, ക്ലീനിങ് എല്ലാത്തിലും ഉണ്ട്. നമുക്ക് 200 ടൈപ്പ് ഓഫ് മെഷീനറി കാറ്റഗറി, 27 കാറ്റഗറി. 27 കാറ്റഗറിയിൽ 200 ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതായത് ബേസിക്കലി മെഷീൻസ് പലതരമുണ്ട്. പ്ലസ് അതിനകത്ത് അക്സസറീസ് ചെയ്ത് പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ആക്സസറീസ് അല്ല, ശരിക്കും പറഞ്ഞാൽ അത് കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ആക്സസറി മാത്രമല്ല, ആക്സസറി നമുക്ക് അറ്റാച്ചില്ല, അത് മാത്രമല്ല. അതല്ലാതെ ഞങ്ങൾ പ്രൊഡക്ഷൻ ഉണ്ട് ഇവിടെ. ഇപ്പോ നോർമൽ നമ്മൾ പറയും ഹോണ്ടക്ക്, ഹോണ്ട എഞ്ചിൻ കമ്പനിക്ക് 3 ഇഞ്ച് വരെയുള്ള വാട്ടർ പമ്പേ ഉള്ളൂ. ഇതിനകത്ത് ഹോണ്ടയുടെ എഞ്ചിൻ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ട്രാഷ് പമ്പ്, മഡ് പമ്പ്, അങ്ങനത്തെ വലിയ വലിയ പമ്പുകൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെ വുഡ്പെക്കർ ഹോണ്ടാന്ന് വിളിക്കും. അതെ, അതാണ് പറഞ്ഞത്. ഞാൻ അവരായിട്ടുള്ള അസോസിയേഷൻ. കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഉറപ്പായിട്ട് പേര് പറഞ്ഞു രാംദാസിന് ഇനി ഇവിടെ ഇല്ലാത്ത മെഷീൻ തന്നെ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞാൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ കസ്റ്റം ചെയ്ത് തരാൻ സാധിക്കും. അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഞാൻ ട്രേഡർ അല്ല, മെക്കാനിക്കൽ. പെട്രോൾ, ഡീസൽ, ഹൈഡ്രോളിക്, AC, DC നോക്കി. അപ്പോൾ എന്ത് പ്രൊഡക്ഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച് മെക്കാനിക്കൽ നോളജോടെയുള്ള ആളാകുമ്പോൾ, മുതലാളിയാകുമ്പോൾ അത് വളരെ ഒരു നല്ല കാര്യമായിരിക്കും. സോ അങ്ങനെയാണ്. അപ്പോൾ ആർക്ക് എന്ത് വേണമോ ആ രീതിയിലുള്ള മെഷീൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും അതാണ് മെക്കാനിക്ക് തന്നെ ഓണറായുള്ള ഗുണം. സോ നല്ലൊരു അനുഭവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എനിക്ക് ഓരോ മെഷീൻസ് ഒന്ന് കാണിച്ചു തരാം. ഇത് 4 ഇഞ്ച് പമ്പാണ്. 4 ഇഞ്ച് പമ്പ് കോണ്ടാക്ട് ഇല്ല, മനസ്സിലായില്ലേ? അതേപോലെ മഡ് പമ്പാണ്. അതിലുപയോഗിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ എൻജിൻസ് ഒക്കെ കണ്ടില്ലേ.
ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരാൻ ഒരാളെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ ഋഷ ഒന്ന് എല്ലാവരും നമ്മുടെ മെഷീനറികളെ കുറിച്ചും എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേ. എനിക്ക് പോകാൻ തിരക്കുണ്ട്. ഓക്കെ ഇത് മട്ടൊന്നും പറഞ്ഞല്ലോ. അതെ, ഇത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതെന്താ മെറ്റീരിയൽ? ഇത് അലുമിനിയം അലോയാണ്. തുരുമ്പെടുക്കില്ല. Yeah, the best example for whatever you can make. What are the requirements? നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അതെ, അതേപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും കസ്റ്റം ചെയ്യാൻ നമുക്കും സാധിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് വേണ്ടി ബൈ. നമ്മുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് എന്ന് വിവരിക്കുക. എൻ്റെ ഡോക്ടറുടെ ഏകദേശം ഒന്ന് അറിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ പർപ്പസ് എഞ്ചിൻസ്. ജനറൽ പർപ്പസ് എഞ്ചിൻ മൾട്ടിപർപ്പസ് ആണ്. ഓക്കെ ഓക്കെ വളരെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് 100 cc തൊട്ട് 80 cc തൊട്ട് എഞ്ചിൻസ് ഉണ്ട്, 460 cc വരെ എഞ്ചിൻസ് ഉണ്ട്. അതായത് 2 HP തൊട്ട് 16 HP വരെ നമുക്ക് എഞ്ചിൻസ് ഉണ്ട്. 40 HP 40 cc മുതൽ 80 cc മുതൽ 460 cc വരെ. 460 cc വരെ. അത് HP വരുമ്പോൾ ഹോഴ്സ് പവർ വരുമ്പോൾ 1.5 HP to 16 HP. 1.5 ഹോഴ്സ് പവർ പോലെ 16 ഹോഴ്സ് പവർ വരെ എഞ്ചിൻ ഉണ്ടാവും. റേഞ്ച് വരെ 10,000 to 69 ആ ഒരു റേഞ്ച് ഒക്കെ വരും. 10,000 മുതൽ 69,000 റേഞ്ച് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചുള്ള CC ഉള്ള അല്ലെങ്കിൽ ഹോഴ്സ് പവർ ഉള്ള എഞ്ചിൻ നമ്മൾ സെലക്ട് ചെയ്യും. അത് റിക്വയർമെന്റ് അനുസരിച്ച് ചൂസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ സെറ്റിംഗ്, അഗ്രികൾച്ചർ യൂസിന് സെറ്റിംഗ്, മറൈൻ പർപ്പസ്, കൺസ്ട്രക്ഷൻ, അങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്യും. മറൈൻ ആയിട്ട് ഔട്ട്ബോർഡ് ആയിട്ട് ബോട്ട് എഞ്ചിൻസ് ആയിട്ട് യൂസ് ചെയ്യും. വാട്ടർ പമ്പായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ പമ്പിന്റെ ആ ഇമ്പലറും പമ്പിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യും. ഓ അതാണ് കമ്പ്യൂട്ടർ അല്ലേ? അതിലേക്ക് നമുക്ക് ഇതെന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ മോഡലാണ്, ഗിയർ റിഡക്ഷൻ മോഡലാണ്. ഗിയർ റിഡക്ഷൻ ഉണ്ട്. ഗിയർ റിഡക്ഷൻ മോഡലാണ്. അപ്പൊ മറൈൻ വേണ്ടി ഉപയോഗിക്കുന്നു. മറൈൻ വേണ്ടി യൂസ് ചെയ്യും. ആർപിഎം കുറയും. ആർപിഎം കുറയും. സാധാരണ ഗിയർ ബോക്സ് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്നതൊക്കെ. പക്ഷേ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ഓൾറെഡി ആണ് അല്ലേ? ഓക്കെ. ഇവിടെ ഷാഫ്റ്റ് ഹൗസ് കൊടുക്കുകയാണെങ്കിൽ പ്രൊപ്പലർ കൊടുത്താൽ ഇത് മറൈൻ ഉപയോഗിക്കാം. വേറെ മറൈൻ ഗിയർ ബോക്സ് നമ്മൾ വാങ്ങിക്കണം. എല്ലാവർക്കും സെപ്പറേറ്റ് ഗിയർ ബോക്സ് നമുക്ക് ഉണ്ട്. പക്ഷേ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി വരുന്നതാണ്. പിന്നെ ഇത് സെൽഫ് സ്റ്റാർട്ട് എഞ്ചിനാണ്. കീ സ്റ്റാർട്ട് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഒക്കെ നമ്മൾ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അത് സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്. അത് സെൽഫ് സ്റ്റാർട്ട്. അത് പവർ കൂടിയതിനാകുമ്പോൾ കുറച്ച് സെൽഫ് സ്റ്റാർട്ട് ഫെസിലിറ്റി കൊണ്ടുവരുന്നത് അല്ലേ? ഇത് എന്ത് എഞ്ചിനാണ്? ഇത് ഹോണ്ടയുടെ എഞ്ചിനാണ്. ഹോണ്ട GX 160 എഞ്ചിൻ. ഇത് നമ്മൾ ഹൈ പ്രഷർ ക്ലീനറായിട്ട് സെറ്റ് ചെയ്തേക്കണം. പ്രഷർ വാഷറായിട്ട് സെറ്റ് ചെയ്തേക്കാം. അതായത് എല്ലാവർക്കും ഇലക്ട്രിക് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്യാസിന്റെ എഞ്ചിൻ വെച്ചത്. പമ്പ് ഗീറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇത് 150 ബാർ ആണ് ഇതിന്റെ പവർ വരെ. 150 ബാർ. ഇതിന് ഏകദേശം എത്രയാണ് വില? 35 to 40 40,000. 40,000. അത് ഹോണ്ട ആയതുകൊണ്ടാണ് ഇതിന്റെ സെയിം നമ്മൾ വുഡ്പെക്കറും ചെയ്തു. ഹോണ്ടയാണെങ്കിൽ വില കൂടുതലായിരിക്കും, വുഡ്പെക്കറിന് വില കുറവായിരിക്കും. ഹോണ്ടയേക്കാൾ റേറ്റ് കുറവാണ് വുഡ്പെക്കർ. സ്പെസിഫിക്കേഷൻ ഒക്കെ സെയിം ആയിരിക്കും. ഹോഴ്സ് പവറും CC എല്ലാം സെയിം ആയിരിക്കും. വുഡ്പെക്കറിന് വില കുറച്ച് കുറവാണ്, ഹോണ്ടയ്ക്ക് കൂടുതലാണ്. അതെ, ഹോണ്ട വില കൂടിയ ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ്. ഇത് എന്താണ്? പംഗീറ്റ്സ് ആണ്. അതായത് പവർ സ്പ്രേയറിൽ വെക്കുന്നത്. വലിയ വലിയ പ്ലാന്റേഷനിലൊക്കെ മരുന്നടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പവർ സ്പ്രേയർ ഉണ്ട്. അതിന്റെ പംഗീറ്റ് ആണ്. ഇപ്പൊ 3 മോഡൽ 21K, 22, 30K. ഇത് ബെൽറ്റ് ഡ്രിവൺ ആണ്. ഇതുപോലെ എഞ്ചിന്റെ ബെൽറ്റ് അതിലേക്ക് പോകും. ഇതുപോലെ സെറ്റ് ചെയ്യും. ഇതാണ് പംഗീറ്റ്. 21K എന്നുള്ള മോഡലാണ്, ചെറുതാണ്. അപ്പൊ എവിടെയാണ് പമ്പിങ് ആവശ്യമുള്ള അത് കൊണ്ട് വെച്ചിട്ട് ഹോസ് ഇട്ടിട്ട് നമുക്ക് അറ്റത്തെ രണ്ട് ഹോസ് ഇട്ട് അടിക്കാൻ പറ്റും. ഇവിടുന്ന് എന്ത് അസംബ്ലി എന്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ്
അല്ലേ? ഓക്കെ ഓക്കെ. ഇത് എങ്ങനെയാണ് സ്പെസിഫിക്കേഷൻ? വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. വാട്ടർ കൂൾഡാണ്. എയർ കൂൾഡ് അല്ല. പിന്നെ 2.5 HP പവർ വരും. ഫുള്ളി കവേർഡ് ടൈപ്പ് ആണ്. എത്ര വെയിറ്റ് ഉണ്ടാവുന്നത്? 12-13 കിലോ ഉണ്ട് അല്ലേ? 33,000 വരും. ഇതിന്റെ വില 33,000. ചെറിയ വള്ളങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ. അപ്പം മോസ്റ്റ് പ്രോബ്ലി എനിക്ക് വേണ്ടി വരുന്നത് ഈ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, നമുക്കത് നോക്കാം. അതിന്റെ കുറച്ച് വെയിറ്റ് ആണ് 5 HP. ഇതിന്റെ വലുതാണ്. അതപ്പോ 5 ഹോഴ്സ് പവർ. ഇത് 2.5 ഹോഴ്സ് പവർ. അത് വാട്ടർ കൂൾഡാണ്. അപ്പൊ വെള്ളം വലിച്ചിട്ടത് ഇവിടെ ചെയ്തിട്ട് പുറത്തേക്ക് കളയും. അതെ അതെ അതെ. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൊപ്പല്ലർ വെള്ളത്തിൽ ഇരിക്കണം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. നമ്മുടെ പ്ലാസ്റ്റിക് എഞ്ചിനാണ്. അതായത് റീകോൾ സ്റ്റാർട്ടും ടാങ്കൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇത് കുരുപൊടിക്കില്ല, റെസ്പ്രീ ആണ് ഈ എഞ്ചിൻ. ഇത് നമ്മുടെ ഈ ബോട്ട് എഞ്ചിൻസിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന വലിയ എഞ്ചിൻ. ഇത് രണ്ടും പ്ലാസ്റ്റിക് ആണ്. ബോട്ടിൽ വെക്കാൻ ബോട്ടിൽ വെക്കാറ്. അപ്പൊ ഇവിടെ ഇത് ഇവിടെ ഷാഫ്റ്റ് കൊടുത്താൽ മതി അല്ലേ? അത് ഹൊറിസോണ്ടലായിട്ട് വർക്ക് ചെയ്യാം അല്ലേ? അത് ഷാഫ്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എത്ര 4 feet, 5 feet, 6 feet, 8 feet വരെ നമുക്ക് എടുക്കാം. ഓക്കെ. ഇത് മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വുഡ്പെക്കറിന്റെ 10 ഹോഴ്സ് പവർ. ഇത് ഇത് ബ്രിക്സ്. സാർ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഇമ്പോർട്ടഡ് ബ്രാൻഡ് ആണ്. 3 HP. പിന്നെ ഇത് GX80 ഹോണ്ടയുടെ. എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഇത്രയും ബ്രാൻഡ്സ് നമ്മൾ ചെയ്യുന്നത്. യമഹ, ബ്രിക്സ്, വുഡ്പെക്കർ, ഹോണ്ട. അപ്പൊ ഈ എഞ്ചിനുകളും എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാത്തിനും ഉപയോഗിക്കാം. അതിന്റെ അറ്റാച്ച്മെന്റ് അത് ചെയ്യുക. നൈസ്. ഇത് ഇരിക്കുന്നതെല്ലാം ഇതൊക്കെ വാട്ടർ പമ്പ്. വാട്ടർ പമ്പ് അതായത് അഗ്രികൾച്ചർ യൂസിന് വേണ്ടിയിട്ടുള്ളത്. അഗ്രികൾച്ചർ യൂസിന് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് 1 ഇഞ്ച് പമ്പ്, ഏറ്റവും ചെറിയ പമ്പാണ്. 1 ഇഞ്ച് അല്ലേ? ഏറ്റവും ചെറിയ ഇതാണ്. പിന്നെ ഇത് 1.5. അപ്പൊ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് പെട്രോളിലാണോ? എല്ലാം പെട്രോൾ. ഇത് 1.5 ഇഞ്ച് അല്ലേ? ഓക്കെ. ഇത് 2 ഇഞ്ച്. ഇത് ഹൈ ലിഫ്റ്റ് പമ്പ് എന്ന് പറയും, ഫയർ പമ്പ് എന്നും പറയും. ഇത് നമുക്ക് സാധാരണ ഇങ്ങനത്തെ പമ്പ്സ് ഒക്കെ ഒരു 30 മീറ്റർ വരെ ഹെഡ് കിട്ടുള്ളൂ വെർട്ടിക്കലായിട്ട്. പക്ഷെ ഇതിന് 80 മീറ്റർ വരെ കിട്ടും. 80 മീറ്റർ പൊക്കത്തില് ഇത് വെള്ളം അടിച്ച് കളയും. 80 മീറ്റർ ഹൈറ്റിൽ ഇത് വെള്ളം അടിച്ച് കളയും. 3 നില കെട്ടിടത്തില് 4 നില കെട്ടിടത്തിലൊക്കെ തീ പിടിച്ചാൽ ഇതുകൊണ്ട് ഫയർ ഫൈറ്റിംഗ് ചെയ്യാം. അതുകൊണ്ടാണ് ഫയർ പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ഫ്ലാറ്റുകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഫയർ ഫൈറ്റിംഗ് പമ്പ് എന്നും പറയും. അതായിരിക്കും ചുമന്ന. അതെ, അതുകൊണ്ടാണ് വെക്കുക. പിന്നെ ഇത് ചെയിൻസോ മെഷീൻ. നമ്മുടെ മരം മുറിക്കുന്നത്. മാർടെക് നമ്മുടെ സബ് ബ്രാൻഡാണ് മാർടെക്. ഇതിന് എന്ത് വില വരുന്നുണ്ട്? 7,600. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് മാർടെക്. മൂന്നാം ദിവസം തച്ചു കൊടുത്ത് മരം മുറിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ആ പൈസക്ക് ഇത് വാങ്ങിച്ചാൽ എവിടെ വേണമെങ്കിലും മുറിക്കാം. അതിന്റെ തന്നെ മാർടെക്കിൽ തന്നെ ബ്രഷ് കട്ടറാണ്. ഇതിനെന്താ വില വരുന്നത്? 7,900. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണോ അസംബ്ലി? അല്ല, ഇതിന്റെ കൂടെ ടൂൾ കിറ്റ് ഉണ്ടാവും. പിന്നെ ഗാർഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും. നമുക്ക് ബോഡി ഗാർഡ് ചെയ്യാനുള്ള സാധനം ജസ്റ്റ് വരും. പിന്നെ ഒരു സ്പെക്ക് വെച്ച് ഇത് വർക്ക് ചെയ്ത ഏതും ഫ്യൂലില്ല. ഇത് 2 സ്ട്രോക്ക്. ഇത് 2 2 സ്ട്രോക്ക് ആണ്. ഓയിൽ പ്ലസ് പെട്രോൾ. ട്യൂട്ടി ഓയിലും പെട്രോളും മിക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. ട്യൂട്ടി ഓയിലും പെട്രോളും മിക്സ് ചെയ്ത് 2 സ്ട്രോക്ക് ആണ്. 2 സ്ട്രോക്ക് ആണ്. ഇത് വാക്യൂം ക്ലീനേഴ്സ്. വാക്യൂം ക്ലീനർ. ഇത് മുട്ട അല്ലേ? അല്ല, 10 ലിറ്റർ. അപ്പൊ നമ്മുടെ എഞ്ചിനിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് പമ്പായിട്ട് മാറും.
ഇത് അലുമിനിയം ആണല്ലേ? അലുമിനിയം തുരുമ്പെടുക്കില്ല. ഇല്ല. 5000. നമ്മളൊരു എഞ്ചിനും നമുക്ക് വേണ്ട പവറുള്ള എഞ്ചിനും അതിന് മാച്ച് ചെയ്ത ഇതും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് തരും. ഓക്കെ, അതെല്ലാം ചെയ്തിട്ടില്ലേ? ഇത് എന്താണ്? അത് ഓഗർ എന്ന് പറയും. ഈ കുഴി കുഴിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന. ഓ, ഇങ്ങനെ പിടിച്ചിട്ട് മണ്ണിൽ കുഴി കുഴിക്കാനായിട്ട്. കുഴി തുറന്നിട്ട് മണ്ണിനെ പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നത് അല്ലേ? കുഴി കുഴിക്കാൻ എന്തോ ഇവിടെ ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ബ്ലാക്ക് ബ്യൂട്ടി? ഇത് കോൺക്രീറ്റ് വൈബ്രേറ്റർ. വൈബ്രേറ്റർ, കോൺക്രീറ്റ് വൈബ്രേറ്റർ. കോൺക്രീറ്റ് ചെയ്യാനായിട്ടല്ലേ? അല്ല, കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എയർ ബബിൾസ് വരും. അത് ഇത് വെച്ച് നീഡിൽ വെച്ച് നമ്മൾ അടിച്ചു കളയാം എയർ ബബിൾസ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കാണ്. അപ്പൊ എല്ലാ പ്രൊഫഷണലും ഇതുണ്ട് ഇവിടെ. ഇത് വെൽഡിംഗ് മെഷീൻസ് അല്ലേ? ഇത് ഏതാ കമ്പനി? ഇത് വുഡ്പെക്കറാണ്. വുഡ്പെക്കർ. ഇതും പല തന്നെയാണോ? ഡിഫറെന്റ് വോൾട്ടേജ് 200 ടിക്ക് അല്ലേ? ഓക്കെ. പിന്നെ ഇത് സാൻഡർ മെഷീനാണ്. പെയിന്റ് ചെയ്യണതിന് മുന്നേ നമ്മൾ സാൻഡർ സെയിം പർപ്പസ് ആണ്. സാൻഡർ മെഷീൻ 7,000, 6,500. ഇത് നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിൻ 58 cc യുടെ. ഇത് ബ്രഷ് കട്ടർ വെക്കുന്ന സെയിം എഞ്ചിൻ. പിന്നെ ഇത് ഹാൻഡ് ടെസ്റ്റ് പമ്പാണ്. ഈ ലൈനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന പമ്പ്. പൈപ്പ് ലൈൻ ചെക്ക് ചെയ്യാനല്ലേ? അതിൽ ചോക്ക് ഉണ്ടോ ടെസ്റ്റ് ചെയ്യുന്ന പമ്പ്. ഹാൻഡ് ടെസ്റ്റ് പമ്പ്. ഇത് റീബാർ കട്ടർ എന്ന് പറയും. നമ്മുടെ ഇതില് സ്റ്റീൽ ബാർ കട്ട് ചെയ്യാനല്ലേ? ഇത് പോർട്ടബിൾ കോൺട്രോൾ വൈബ്രേറ്റർ ആണ്. ഇത് സെയിം പർപ്പസ് തന്നെ, പക്ഷെ ഇത് പോർട്ടബിൾ ടൈപ്പ് ആണ്. ഇലക്ട്രിക് ആണ്. പോർട്ടബിൾ. പിന്നെ വലിയ വലിയ സിലിണ്ടർ പോലെ കാണുന്നത് എന്താണ്? എയർ കംപ്രസേഴ്സ് ആണ്. എയർ കംപ്രസർ. എയർ കംപ്രസർ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആണ്. ഈ മ്യൂട്ട് കംപ്രസർ മ്യൂട്ട് ആണ്, സൗണ്ട് ഉണ്ടാവില്ല. ഇത് നമ്മൾ ഡെന്റൽ ക്ലിനിക്കിലൊക്കെ യൂസ് ചെയ്യും. ഓയിൽ ഫ്രീ കംപ്രസേഴ്സ്. ഇത് നമ്മൾ ഈ പെയിന്റിങ്ങിന് മലയാളിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല. ഡെന്റൽ ക്ലിനിക്കില് കംപ്രസർ മൾട്ടി പർപ്പസ് ആണ്. പിന്നെ ഇത് പ്രൊഫഷണൽ കാർ വാഷ് ആണ്. നമ്മൾ ഈ കാർ വാഷ് സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. പ്രൊഫഷണൽ കാർ വാഷ്. 24 hours നമുക്ക് യൂസ് ചെയ്യാം. സർവീസ് സെന്ററിലേക്ക് ഇത് വാഹനങ്ങൾ സർവീസിങ് ചെയ്യാനാണ്. കാരണം അവർക്ക് തന്നെ 24 hours അല്ലേ? അതെ. അപ്പൊ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനത്തെ മേടിക്കണം. ഇതിന്റെ കൂടെ അക്സസറി ഉണ്ടായിരിക്കുമല്ലോ. രണ്ട് ഹോസ് ഒക്കെ വരും. ഇത് എത്ര വില വരുന്ന ഏകദേശം? അറൗണ്ട് 65,000 വരും. എല്ലാം അഫോർഡബിൾ ആണ്. ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അപ്പൊ അതൊക്കെ മേടിച്ചാൽ പിന്നെ കുറെ കാലത്തേക്ക് മേടിക്കണം. ഇതൊക്കെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർ വാഷസ് ആണ്. ഇത് 90 ബാർ പവർ വരും. വീട്ടിലൊക്കെ ആണെങ്കിൽ 90 ബാർ. ഇത് നമ്മുടെ 70 ബാർ. നമുക്ക് ബെസ്റ്റ് സെല്ലിംഗ് ആണ് ഇത്. നമുക്ക് ഡെയിലി പോണ സാധനമാണ് ഇത്. കാർ വാഷ് 70 ബാർ 7,000 വരുന്നുള്ളൂ. ഒരു വീട്ടിൽ എന്തായാലും ഒരു കാർ വാഷ് വേണമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ പ്രത്യേക എറണാകുളത്തൊക്കെ വളരെയധികം ചെളിയാണ്. പിന്നെ അതിനേക്കാൾ കുറച്ച് പവർ കൂടിയാണ് ഇത്. 110 ബാർ. ഇത് 150 ബാർ. അത് 180 ബാർ. പവർ കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ വാട്ട്സും കാര്യങ്ങളൊക്കെ. So starting from 7,000 to 25,000. പല വിലയിലുണ്ട്. 20,000 and power അനുസരിച്ച് അല്ലേ? അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഫോം പ്രൊഡ്യൂസർ ആണ്. ഞാൻ പറഞ്ഞില്ലേ അത് കാർ വാഷ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് കാർ കഴിക്കുമ്പോ ആ ഫോം വേണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഫോം പ്രൊഡ്യൂസർ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫോം ഉണ്ടാക്കാനുള്ള സാധനം ഒഴിച്ചാൽ മതി. ഒഴിച്ചിടുക. എന്നിട്ട് ഗണ്ണിൽ കണക്ട് ചെയ്താൽ ഇതാണ് സംഭവം അല്ലേ? ഇത് വാൽ തുറക്കാം. അത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഇത് ഹാൻഡ് മിക്സർ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് ഹാൻഡ് മിക്സർ എന്ന് പറയും. ഹാൻഡ് മിക്സർ. നമുക്ക് പുട്ടി മിക്സ് ചെയ്യാം, പെയിന്റ് മിക്സ് ചെയ്യാം. എടുത്തോ. പിന്നെ സോപ്പ്.
അത് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാൻഡ് മിക്സർ. എന്ത് മിക്സ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ പുട്ടി മിക്സ് ചെയ്യാം, പെയിന്റ്, പുട്ടി പെയിന്റ് ഒക്കെ മിക്സ് ചെയ്യാം. സോപ്പും അതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് അലൂമിനിയം നമുക്ക് എസ്എസിൽ ചെയ്ത് കൊടുക്കും, സ്റ്റീലിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ വെറൈറ്റി ഓഫ് എക്യുപ്മെന്റ്സ് പല 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 ഫംഗ്ഷനുകൾക്ക് പറ്റി പല യൂട്ടിലിറ്റിയുള്ള എൻജിൻസിനെ കൊണ്ട് നമ്മൾ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് ആവശ്യമുണ്ടോ അത് വന്നാൽ അവരുടെ അവൈലബിൾ ആണ്. പിന്നെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഓക്കെ, സോ നൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ബോട്ടിന് വേണ്ടി എൻജിൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം ഇവിടെ പക്ഷേ ഇല്ലെങ്കിൽ തന്നെ കാണാനായിട്ട് ഈ ബ്രൗഷറൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഉൾപ്പെക്കുന്ന പ്രൊഡക്ട്സ് ആണ് അല്ലേ? അപ്പോൾ പലതരം മോഡലുകളിനകത്ത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. ഞാൻ കട്ട് ചെയ്തോട്ടോ. എൻ്റെ ആവശ്യമുള്ള പ്രൊഡക്റ്റിലേക്ക് വന്നിരിക്കുക നമ്മുടെ ബോട്ടിനുള്ള എൻജിൻ. ഇത് വലുത് ചെറുതുണ്ട്. ഇത് എനിക്ക് എൻ്റെ ബോട്ട് എന്ന് വെച്ചാൽ ഒരു 4 പേര് വരുന്ന ബോട്ടാണ്. നമ്മുടെ കേരളത്തിലെ ചെറുവഞ്ചി ആ ടൈപ്പ് ബോട്ടാണ്. ഫൈബർ ഗ്ലാസിൻ്റെ ബോട്ടല്ല, മരം കൊണ്ടുണ്ടാക്കിയ ബോട്ടാണ്. അതിൽ ഫൈബർ പൊട്ടിച്ചത്. അപ്പോൾ 4 പേര് കയറുന്ന ബോട്ട് എന്ന് പറയുമ്പോൾ അതിന് ഇതിനകത്ത് ഏതായിരിക്കാം ബെസ്റ്റ്? ഇത് മതി. ഇത് എത്ര HP? 2.5 ഹോഴ്സ് പവർ ആണ്. ഓക്കെ. ഇപ്പൊ ഇതിന്റെ CC എന്ന് പറയുമ്പോൾ ഒരു 40 CC ഒക്കെ ആയിരിക്കും. 58 CC. 58 CCയുടെ എഞ്ചിനാണ്. അതിന്റെ പവർ ഹോഴ്സ് പവർ വരുമ്പോൾ 2.5. ഇത് എത്ര ഹോഴ്സ് പവർ ഉണ്ട്? 5. അതിന്റെ ഇരട്ടി പവർ ഉണ്ട്. 102 CC ഉണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ അതിന്റെ സ്പീഡും പവറെല്ലാം കൂടുതലായിരിക്കും. വെള്ളത്തിന്റെ വലിപ്പം എത്ര പേര് കയറുന്നു എന്നതനുസരിച്ചുള്ള എഞ്ചിനാണ്. ബോട്ടിന്റെ വലിപ്പം കൂടി നോക്കും. ചെറിയ ബോട്ടാണ് ഇത് വെച്ചാൽ ബോട്ടിന്റെ ചരിഞ്ഞു ബോട്ട് ചെറിയ സാധനം. അതിന്റെ വെയിറ്റ് നോക്കണം. ഇതിന്റെ വെയിറ്റ് എത്ര വരുന്നത്? അത് 23 കിലോ. 23 കിലോ. 14 കിലോ വെയിറ്റ് കൂടി നോക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കിതായിരിക്കും സ്യൂട്ടബിൾ ആവും. പിന്നെ വേറെ ടൈപ്പ് മറ്റേ ഗംവാടൻ എന്ന് പറയുന്ന ലോങ് ടൈൽ ഉള്ളതൊക്കെ ഉണ്ടല്ലോ, സൗണ്ട് ഒക്കെ ഉള്ളത്. അതിന് ഇതിനേക്കാൾ വില കുറവായിരിക്കും. കൂടുതൽ കുറവായിരിക്കും. പക്ഷെ ഇതാണ് ശരിക്കും ഔട്ട്ബോർഡ് എന്ന് പറയുന്നത്. അതിന് വില കുറവായിരിക്കും, പക്ഷെ ശബ്ദം ഉണ്ടായിരിക്കും. സൗണ്ട് പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല. പിന്നെ ഇത് വാട്ടർ കൂൾഡ് ആണ്. കാണാൻ ഭംഗിയുണ്ട്, കോമ്പാക്ട് ആണ്. അപ്പോ ഇത് എങ്ങനെയാണ് നമ്മൾ ബോട്ടിലേക്ക് പിടിപ്പിക്കുക? വെള്ളത്തിലേക്ക് എങ്ങനെ പിടിപ്പിക്കുക? ബോട്ടിന്റെ അടുത്ത് ബേസ് പോലത്തെ സംഭവത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് ഓ, ഇതാ. ഇതിനൊക്കെ ഏത് എങ്ങോട്ടാണ് തിരിക്കാൻ പറ്റുമോ? ഇപ്പൊ എന്റെ ബോട്ട്, ഇപ്പൊ എനിക്ക് ബോട്ടില് ത്രികോണം പോലെയുള്ള അതിന്റെ അമരം വരുന്നത്. അപ്പൊ സാധാരണ ഫൈബർ ഗ്ലാസിന്റെ ബോട്ടിൽ വെക്കുന്ന പോലെ ബാക്കിലേക്ക് വെക്കാൻ പറ്റില്ല, കട്ടിങ്ങില്ല. ഇത് സൈഡിലാണ് വയ്ക്കുക. സൈഡിലേക്ക് തന്നെ പിടിപ്പിക്കാം. ഓക്കെ. അപ്പോ എനിക്കിത് ഒരു ബോട്ടില് വച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വച്ചിട്ടോ ഓപ്പറേറ്റ് ചെയ്ത് കാണാനുള്ള ഫെസിലിറ്റി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഓൾറെഡി ഉള്ള വീഡിയോസ് കാണിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. ഓൾറെഡി കസ്റ്റമേഴ്സ് ചെയ്ത വീഡിയോസ് ഉണ്ടാവും. ഓക്കെ. അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ. പ്രാക്ടിക്കലായിട്ട് അത് പോസിബിൾ അല്ല. ഓക്കെ. നമുക്ക് കട്ട് ചെയ്ത് തരാം. നമ്മൾ അങ്ങനെ പാലാരിടത്തമ്മനം റോഡിലെ പള്ളിനടയിലുള്ള ഇവിടെ സർവീസ് സെൻറ്റർ കം സ്റ്റോക്ക് ഗോഡൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മെഷീൻ കളക്ട് ചെയ്യുന്നത്. ഇതാ ഇവിടെ വളരെയധികം എക്യുപ്മെൻറ്റ്സൊക്കെ ഇരിപ്പുണ്ട്. വുഡ്പെക്കർ എന്ന കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സും 250ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. റൈഡേഴ്സ്,
ടെയിൽ ബോക്സ് വരെ ഇവിടെയുണ്ട്, ബുള്ളറ്റിലേക്ക് വയ്ക്കുന്ന. അങ്ങനെ പ്ലെൻറ്റി ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്തുതരം എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ഇൻഡസ്ട്രിയൽ മോപ്പിംഗ് മെഷീൻ വരെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെലിവറി എടുക്കാം നമ്മുടെ ബോട്ടിൻ്റെ എൻജിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ അല്ലേ? ഇതിൻ്റെ ഒന്ന് വിവരിക്കാമോ? ഇതാണ് പെട്രോള് ഓഫിങ്ങാണ്. ഓൺ ഈ ഭാഗത്തേക്ക് പെട്രോളിൻ്റെ ഓൺ ഇങ്ങനെ ഓഫ്, ഇങ്ങനെ ഓഫ്, അപ്പുറത്തേക്ക് ഓൺ. ഉള്ളിലേക്ക് വെച്ചാൽ ഓൺ. ഇത് ചോക്ക് കാലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഇടുക, ഇത് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടായി കഴിയുമ്പോൾ നേരെ ക്ലോസ് മനസ്സിലാക്കാം. ഓക്കെ, സ്റ്റാർട്ടായി കഴിയുമ്പോൾ അത് ഫസ്റ്റ് പ്രാവശ്യം ഇട്ടാൽ മതിയാവും, അത് ഇതിനെ വേണ്ടി വരും. ഓക്കെ, പിന്നെ ഓൺ ഓഫ് സ്വിച്ച് ഇതാണ്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. പിന്നെ ഇത് ഇത്തിരി ഒരു തിരി ലൂസ് ചെയ്ത് വെക്കണം. അത് ടാങ്കിലേക്ക് പെട്രോളിലേക്ക് ഇറങ്ങാൻ വേണ്ടി. പെട്രോൾ ടാങ്ക് ഇതിൻ്റെ ഉള്ളിലാണ്. വന്ന് തിരിക്കുമ്പോൾ എയർ അതിനകത്തേക്ക് ചെല്ലും, പെട്രോൾ വരും. ഓക്കെ, വലിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ആക്സിലേറ്റർ കൊടുക്കുന്നത് ഇത് ആക്സിലേറ്റർ. ഓക്കെ, സ്ലോ ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട്. മാത്രമേ ഉള്ളൂ സ്വിച്ചിൽ. ഓക്കെ, ഇതാണ് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇതാണ് ക്ലാമ്പ് വഞ്ചി പിടിപ്പിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ട് ഓക്കെ, വഞ്ചിയിൽ ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, പടിയിൽ കൊണ്ടുപോയി ഇതെല്ലാം ഇറക്കി വെക്കാം. ഇത് മുറുക്കാം. ഇവിടെ ഒരെണ്ണം കൊണ്ടുണ്ടല്ലോ. അത് ഇത് ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ടൈറ്റ് കുട്ടി വർക്ക് ചെയ്യാനാണ്. ഓക്കെ, ഇനി ഇത് പൊക്കി വയ്ക്കണത്? ഇത് പൊക്കി വെക്കുന്നത് ഇങ്ങനെ പൊക്കിയിട്ട് ഈ സൈഡിലേക്ക് തിരിക്കുക. ടാങ്ക് അടിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇവിടെ ലോക്ക് ഉണ്ട്, അത് ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. ടാങ്ക് അടിയിൽ വരുന്ന രീതിയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്രോൾ ഇതായി പോകും. ഓക്കെ, പിന്നെ ഇത് ചോക്കിൻ്റെ ഓക്കെ, താഴ്ത്താൻ നേരത്ത് ഇത് വിട്ടിട്ട് ഇപ്പുറത്തേക്ക് താഴ്ത്താം. താഴേക്ക് വെക്കുക, തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ വരുള്ളൂ. പടിയുമ്പോൾ വരുമ്പോൾ ചിലത് നേരെ ബാക്കിൽ പിടിപ്പിക്കണമെങ്കിൽ ഈ പടി കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഇങ്ങനത്തെ പടിയിലാണ് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഓടിക്കണം. ഇല്ല, അത് ഇതായിട്ട് റൈറ്റ് സൈഡിലേക്ക് വന്നെങ്കിൽ ഇങ്ങനെ വരും. നേരെ ബാക്കിലാണ് നമ്മൾ പിടിപ്പിക്കണമെങ്കിൽ ഈ ഒരു സെറ്റപ്പ് വരും. സൂപ്പർ, അടിപൊളി. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. എനിക്ക് വീണ്ടും കുറച്ച് സാധനം കൂടി വേണം. വാട്ടർ പമ്പും ബീച്ച് പമ്പൊക്കെ വേണം. അപ്പോൾ അഗൈൻ ഞാൻ വരും. അപ്പോൾ വളരെ സന്തോഷം, താങ്ക് യു. അങ്ങനെ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ വള്ളത്തിലേക്ക് പോകാം. അതിങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വഞ്ചിയിൽ മോട്ടോർ ഫിറ്റ് ചെയ്തു. വളരെ സ്ലോ സ്പീഡിൽ പോവുകയാണ്. ഇങ്ങോട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് സ്പീഡ് കൂട്ടി നോക്കാം. ആഹാ, അടിപൊളി. ബൈ ബൈ. 4 പേർക്ക് കയറാവുന്ന വഞ്ചിയാണ്, വലിയ വഞ്ചിയാണ് ഇത്. മീൻ പിടിക്കാനൊക്കെ വലയൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന വഞ്ചിയാണ്. നല്ല ഒഴുക്കിനെതിരാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്.
Shake up.